ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെള്ളയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വെള്ളയപ്പമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ തയ്യാറാക്കി വെച്ചതിൽ നിന്നും ഒരപ്പം എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, എൻ്റെ കയ്യിൽ ഞാനിത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇത് നല്ല സോഫ്റ്റ് ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അപ്പം പൊടി, പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന ആ ടൈപ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരിപ്പൊടി ഇല്ലെങ്കിൽ അരി കുതിർത്ത് അരച്ചതിന് ശേഷവും ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർക്കുന്നതെന്ന് നോക്കാം. ഇതിലോട്ട് ചേർക്കുന്നതിനായിട്ട് ചോറ് എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ചോറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ചോറ് കൂടി അരച്ച് ചേർക്കേണ്ടതാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ ചിരണ്ടിയതാണ്. അപ്പോൾ അരമുറി തേങ്ങയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ടോ നിങ്ങൾക്ക് ഈ അപ്പത്തിലോട്ട് അരച്ച് ചേർക്കാവുന്നതാണ്. എത്രത്തോളം കൂടുതൽ തേങ്ങ ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന അപ്പത്തിനും. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ അപ്പത്തിനൊരു മധുരത്തിൻ്റെ ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ അപ്പം സോഫ്റ്റായി വരുന്നതിന് പഞ്ചസാര ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 സ്പൂൺ ജീരകവും ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അതും കൂടി ചേർത്ത് തന്നെ അപ്പം തയ്യാറാക്കുക. നമ്മൾ സാധാരണയായിട്ട് കള്ളപ്പമൊക്കെ തയ്യാറാക്കുമ്പോഴാണ് ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത്. പക്ഷേ വെള്ളയപ്പം തയ്യാറാക്കുമ്പോഴും അത് ചേർക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഇനി ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ചാറുകറിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പാകത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമ്മൾ കള്ളപ്പത്തിന് അരച്ചെടുക്കുന്നത് പോലെ ചതച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത്. നന്നായിട്ട് അരഞ്ഞു കിട്ടണം. ആ ഒരു പാകത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള പച്ചവെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിലോട്ട് വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒരുമിച്ച് വെള്ളം ഒഴിക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു അളവ് കൂടി പോവുകയും അപ്പത്തിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പത്തിൻ്റെ മാവിൻ്റെ പാകത്തിലാക്കി എടുക്കുക. ഞാനിവിടെ അപ്പത്തിനുള്ള ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാവായിട്ടാണ് നമുക്കിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടേണ്ടത്. ഇതിലോട്ട് ഞാൻ സാധാരണ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ആ ഒരു ഗ്ലാസ്സിൽ അളന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. അതിനായിട്ട് ഞാൻ 1.5 സ്പൂൺ അരിപ്പൊടി ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3/4 ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അപ്പത്തിനുള്ള മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് കപ്പി കാച്ചിയതോടെ തയ്യാറാക്കി ചേർക്കണം. ചോറ് അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കപ്പി കാച്ചിയത് ചേർക്കാതിരിക്കരുത്. കപ്പി കാച്ചിയതും അതുപോലെ തന്നെ ചോറ് അരച്ചതും കൂടി ചേർത്തെങ്കിൽ മാത്രമേ നമ്മുടെ അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൂടി മറക്കാതൊന്ന് ചെയ്യുക. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കപ്പി കാച്ചിയത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മിക്സിലോട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പം പുളിച്ചു വരുന്നതിനായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് പുളിമാവാണ്. 2 സ്പൂൺ പുളിമാവാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾ അപ്പത്തിനായിട്ട് തയ്യാറാക്കേണ്ടത്. ഇത് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് വെക്കുന്നത് രാത്രിയിലാണ്. അപ്പോൾ ഒരു 8 മണിക്കൊക്കെയാണ് ഞാനിത് മിക്സ് ചെയ്ത് വെക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. എന്തായാലും 8 മുതൽ 10 മണിക്കൂർ വരെയുള്ള ഒരു സമയം എടുക്കും ഇവിടെ ഇത് പുളിച്ച് വരുന്നതിനായിട്ട്. അപ്പോൾ ഇത് മൂടി നമുക്ക് പുളിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ പൊളിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് നമ്മളിത് കോരി ഒഴിച്ച് നോക്കുമ്പോൾ കുറച്ച് പതഞ്ഞതുപോലെ വരുന്നത് കാണാം. ഈ ഒരു പാകത്തിൽ കിട്ടണം. എങ്കിൽ മാത്രമാണ് നമ്മൾ തയ്യാറാക്കുന്ന അപ്പം നല്ല സോഫ്റ്റായിട്ട് വരികയുള്ളൂ.
ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് കുമിളകൾ പോലെ വന്നു തുടങ്ങുന്ന സമയത്ത് ഇത് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ മൂടി മാറ്റി അപ്പം വെന്തോന്ന് നോക്കാം. ദാ ഇപ്പോൾ നന്നായിട്ട് അപ്പം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്നും ഇതൊരു കാസറോളിലോട്ട് മാറ്റാം. ഒരപ്പം കൂടി ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുവാണ്. ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായിട്ടുള്ള അപ്പം എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് ഒരെണ്ണം എടുത്ത് കാണിക്കാം. എത്രത്തോളം സോഫ്റ്റ് ആവുമെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളെല്ലാവരും അപ്പം ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല രുചിയായിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അപ്പം നിങ്ങൾക്ക് വീടുകളിൽ തയ്യാറാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.